ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു വെജ് പുലാവിൻ്റെ റെസിപ്പിയാണ്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു വെജ് പുലാവിൻ്റെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി കുറച്ച് റെഡ് ചില്ലി, അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, പിന്നെ ചില്ലി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് സബോള അരിഞ്ഞ് വെച്ചാൽ സബോള ഇട്ട് കൊടുക്കാം. അത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. വെച്ച ഗ്രീൻ പീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാക്കറ്റ് ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഒരു കളറില്ലാത്തത്. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പം ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് 2.5 ഗ്ലാസ് ജീരകശാല അരിയാണ്. സോ നമുക്കതിൻ്റെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചിട്ട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഈ അരി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടി കുറച്ച് നമുക്ക് സവോള നമുക്ക് വഴറ്റിയെടുത്ത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് രണ്ടും കൂടി ഒരേ ടൈം തന്നെ കുക്ക് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഏകദേശം റെഡിയായി. നമ്മൾ സബോളയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പിന്നെ നമ്മുടെ മുന്തിരിങ്ങ കൂടിയിട്ട് ഞാൻ വറുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ദമ്മ് വരട്ടെ എന്ന് വെച്ചിട്ട് 2 മിനിറ്റ് കൂടി ഞാൻ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ജസ്റ്റ് ഞാനിതിപ്പോൾ ലഞ്ച് ടൈമിന് ആക്കിയതാണ്. ഓക്കെ, സോ ഗൈസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.